വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അവനില്ലാണ്ട് എങ്ങനെ ഒരു കേക്ക് ബേക്ക് ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് വ്യൂവേഴ്സ് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവനില്ലാണ്ട് എങ്ങനെ കുക്കീസ് ബേക്ക് ചെയ്യും, എങ്ങനെ കേക്ക് ബേക്ക് ചെയ്യും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൊണ്ടുള്ള ഒരു റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവനില്ലാണ്ട് ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. കൂടാതെ ഓഡി ഇക്കോ ബേക്കിൻ്റെ വക ഒരു ഗിവ് അവേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടു നോക്കുക. ഏത് കേക്കാണെങ്കിലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ പ്രീഹീറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് അവനല്ല ഉപയോഗിക്കുന്നത്, നമ്മളിന്ന് ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്താണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമുള്ള ഇച്ചിരി വലിയ പാത്രം എടുക്കുക. നമ്മൾ കേക്ക് ട്രേ വെക്കാൻ പറ്റിയൊരു വലിപ്പമുള്ള പാത്രം നോക്കുക. അത് എന്ത് മെറ്റീരിയൽ ആണെങ്കിലും പ്രോബ്ലം ഇല്ല, ഇച്ചിരി വെയിറ്റ് ഉള്ള പാത്രമാണെങ്കിൽ നല്ലത്. അപ്പോൾ ഏത് പാനിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ തുടങ്ങുമ്പോൾ അത് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വെക്കണം. ഞാൻ അതിനകത്ത് ഒരു റിങ് ഇട്ടിട്ടുണ്ട്. റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ലിഡോ എന്തെങ്കിലും വെക്കാം. നമ്മൾ അതിൻ്റെ പുറത്ത് വേണം നമ്മൾ കേക്ക് ടിൻ വെക്കാനായിട്ട്. ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു പാത്രം വെക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മണലിടാം, അല്ലെങ്കിൽ കഴുകിയ ക്ലീൻ ചെയ്ത മണൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ബേസിലിടാനായിട്ട്, അല്ലെങ്കിൽ ഉപ്പിടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ ഇപ്പോൾ ഒന്നും ഇടാതാണ്, പ്ലെയിനായിട്ടാണ് വെക്കുന്നത്. ഈ റിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അടച്ചു വെക്കുക. അടുത്തായിട്ട് നമ്മുടെ കേക്ക് ടിൻ ലൈൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 8-inch പാനാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓഡി ഇക്കോ ബേക്കിൻ്റെ ബേക്കിംഗ് പേപ്പറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇത് ബേക്കിങ്ങിനും കുക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന പേപ്പറാണ്. ഈ ടിൻ വെച്ചിട്ട് ചുറ്റിനും ഒരു ലൈൻ വരയ്ക്കുക. പെൻ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ. ഞാനിവിടെ ഇങ്ക് വരാത്ത പോലെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇങ്ക് വന്നാലും പ്രോബ്ലം ഇല്ല, നമ്മളത് കട്ട് ചെയ്ത് കളയും. ആ ലൈൻ വരച്ചതിന് ഇൻസൈഡൂടെ കട്ട് ചെയ്ത് കളയുക. ഇത് നോൺ സ്റ്റിക്കാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്, ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമ്മുടെ ഡിഷ് ക്ലീൻ ചെയ്യാനായിട്ട് ഈസിയറാണ്. ഓക്കെ, ഇത് വേണം നിങ്ങൾക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് ലൈൻ ചെയ്തു, അടിയിൽ കൊടുത്തു. ഇനി കുറച്ചും കൂടെ നമുക്ക് പേപ്പർ വേണമെങ്കിൽ സൈഡിലിടാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ബിഗർ ഷീറ്റ് എടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ ഈ ഒരു വീതി നോക്കിയിട്ട് മടക്കിയെടുക്കുക, ഫോൾഡ് ചെയ്യുക. അടിയിലേക്ക് 1 ഇഞ്ച് വെച്ച് 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ കേക്ക് ടിൻ എങ്ങനെ ലൈൻ ചെയ്യാമെന്നുള്ളതും കൂടാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ സ്ലിറ്റ്സ് കൊടുക്കുക. നമ്മൾ മടക്കിയെടുത്ത് വെച്ചിട്ട് ഓരോ സ്ലിറ്റ്സ് ഇങ്ങനെ കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ സ്ലിറ്റ് ചെയ്യുക. കേക്ക് ടിന്നിനകത്തേക്ക് വെക്കുക. ഇതിങ്ങനെ മടങ്ങി കിടക്കും. ഓക്കെ, നമ്മുടെ കേക്ക് ടിൻ റെഡിയായി. മാറ്റി വെക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ബോളിലേക്ക് എടുക്കുക. ഈ ഒരു ബോളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് മൈദയും കൂടാതെ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 80 ഗ്രാം മൈദ ഉണ്ടാവും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ ഒന്നെങ്കിൽ അരിപ്പ തള്ളി എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ വയസ്സ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൈദ, ബേക്കിംഗ് പൗഡർ, കോൺഫ്ലവർ, ഈ 3 മിക്സ്ചറോടെ മിക്സ് ചെയ്യുക. മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബോൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ട 4 മുട്ട.
1 ടീസ്പൂൺ വാനില എസൻസോ വാനില എക്സ്ട്രാക്റ്റോ ഉപയോഗിക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് 1/2 കപ്പ് നിറച്ച പൗഡേർഡ് ഷുഗർ. ഈ മിക്സ്ചർ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ ഇതേപോലെ എഗ് ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വയർ വിസ്ക് ഉപയോഗിക്കാം. വയർ വിസ്ക് ഒക്കെ ആണെങ്കിൽ കുറേ നേരം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും. അതിലും എളുപ്പമാണിത്. ഇത് എഗ് ബീറ്റർ ഇല്ലാത്തവർക്ക് വേണം മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. തുടങ്ങുമ്പോൾ ലോ സ്പീഡിൽ തുടങ്ങുക, ഗ്രാജുവലി സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. നോക്കിയാൽ എൻ്റെ കളറെല്ലാം ലൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, കളർ വളരെ ലൈറ്റായി. അപ്പം നോക്കിയാൽ ഇങ്ങനെ റിബൺ പോലെ വീഴും. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ട, ഇത്ര തിക്കായിട്ട് വീഴുന്നുണ്ട്. കണ്ടോ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മളിതിനകത്തേക്ക് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദയുടെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, വളരെ കുറച്ച് നേരം. ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഈ ലൈൻ ചെയ്ത് വെച്ചേക്കുന്നതിനകത്തേക്ക് ഈ മിക്സ്ചർ ഒഴിക്കാം. ഇതിനു മുമ്പ് ഒരുപാട് കേക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഈ സെയിം മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ബേക്കിംഗ് മെത്തേഡ് ഇതേപോലെ അടുപ്പിലൊരു പാത്രം വെച്ച് ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. കേക്കിനും കുക്കീസിനും എല്ലാം ഈ രീതി ചെയ്യാം. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എയർ പോക്കറ്റ്സ് പോലെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്നു. ചൂടാക്കിയിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് കേക്ക് ടിൻ വെക്കാം. ഇത് അടച്ചു വെച്ച് 30 മിനിറ്റ് 30 to 40 അതിൻ്റെ ഇടയ്ക്ക് ഇതാവും. ഇത് നമുക്ക് കാണാവുന്ന ഒരു ഗ്ലാസ് ഉള്ള ലിഡാണെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം കേക്ക് പൊങ്ങുമ്പോൾ. ആയെന്നറിയാനായിട്ട് ഇടയ്ക്ക് ആ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കുക. ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. 30 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ബേക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്യാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ തൊട്ട് നോക്കുമ്പോഴും ചെറുതായിട്ടൊന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്, നെങ്ങിപ്പോകുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ എടുക്കാം. ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. വാനില സ്പോഞ്ച് കേക്ക് അത്യാവശ്യം കൂളായി. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. കണ്ടോ, പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നമ്മളിങ്ങനെ ഇതിൽ സാധാരണ അവനിൽ ബേക്ക് ചെയ്യുന്ന പോലെ മേലെ അധികം ബ്രൗണിങ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ടെക്സ്ചറൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണ്. വളരെ ലൈറ്റായിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റുള്ള കേക്കല്ല, ബട്ടർ കേക്ക്സ് പോലെ അല്ല. ഇത് എപ്പോഴും ഐസ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് പുഡിങ്ങിനെ ഉപയോഗിക്കുകയോ അങ്ങനെ എന്തിനേലൊക്കെ യൂസ് ചെയ്യാനായിട്ട് മെയിൻലി നമ്മളിങ്ങനത്തെ സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കുക. ബിക്കോസ് ഇതിനകത്ത് ബട്ടറോ ഓയിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലേവർ വൈസ് കുറവായിരിക്കും. കണ്ടോ, വളരെ ടെക്സ്ചർ കണ്ടോ, വളരെ സ്പോഞ്ചിയാണ്, നല്ല എയറിയാണ്, വെരി സോഫ്റ്റ് കേക്ക്.
അപ്പോൾ ഇത് നിങ്ങളെ ടെക്സ്ചർ കാണിക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ഇത് വെച്ചിട്ടുള്ള റൈസിങ് കാണിക്കാം, ഈ ഒരു കേക്ക് യൂസ് ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തത് ഓഡി ഇക്കോ ബേക്കിൻ്റെ ബേക്കിംഗ് പേപ്പറാണ്. അപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ്സിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഓഡിയുടെ പ്രോഡക്ട്സ് വെച്ചിട്ട് ഓരോ വീഡിയോസ് ചെയ്തായിരുന്നു. പേപ്പർ ഫോയിലും പാച്ച്മെൻറ്റ് പേപ്പറും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓഡി ഇക്കോ ബേക്കിൻ്റെ ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മൈമാസ് കുക്കിംഗ് ക്ലാസ്സും ഓഡി ഇക്കോ ബേക്കിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്താണ് ഓഡിയുടെ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ ഫോയിൽ യൂസ് ചെയ്തിട്ട് എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കമൻറ്റിൽ കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൂടെ അതിനൊപ്പം വെക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് പേർക്ക് ഗിവ് അവേസ് നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.